എല്ലാവരും കൃപാസന മാതാവ് അനുഗ്രഹിക്കട്ടെ. ആദ്യം തന്നെ മാതാവിനോട് ഒരു ആയിരം നന്ദി പറയുകയാണ്. കാരണം അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെയും കാര്യത്തിൽ അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നതിന് ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ മാതാവിൻ്റെ ലൈവിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെയും കാര്യത്തിൽ അമ്മ മാതാവ് ഇടപെടും. അമ്മ മാതാവ് ഉറപ്പ് നൽകിയ കാര്യമാണ്. അതിനായിട്ട് നിങ്ങൾ ചാനലിൽ കയറി ജോയിൻ എന്നത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്ത് എല്ലാ ദിവസവും വൈകിട്ട് 7:30 നടത്തുന്ന അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവിൽ അധിക ഭക്തിയോടുകൂടെ തന്നെ നിങ്ങൾ പങ്കുചേരുക. നിങ്ങളുടെ എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നങ്ങളിലൊക്കെ അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടാവും. ഞാൻ ഉറപ്പ് പറയുന്നു. നിങ്ങൾ എത്ര വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ ആ പ്രശ്നങ്ങളിലൊക്കെ അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടാവും. നിങ്ങൾ ചാനലിൽ കയറി ജോയിൻ എന്നത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്ത് ലൈവിൽ പങ്കെടുക്കുക. എല്ലാ ദിവസവും വൈകിട്ട് 7:30 നടത്തുന്ന ലൈവിൽ അതീവ ഭക്തിയോടുകൂടെ തന്നെ പങ്കുചേരുക. കാരണം അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവാണ്, അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്ന ലൈവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പങ്കുചേരുക. മറ്റു മക്കളിലേക്ക് നിങ്ങൾ അമ്മ മാതാവിനെ എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അമ്മ മാതാവ് വെളിപ്പെടുത്തി തന്ന ഈ പ്രാർത്ഥന മുഴുവനായിട്ട് പങ്കുചേരുക. അതീവ ഭക്തിയോടുകൂടെ തന്നെ പങ്കുചേരുക. അതുപോലെ തന്നെ ലൈവിലും അതീവ ഭക്തിയോടുകൂടെ തന്നെ പങ്കുചേരുക. കാരണം അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവാണ്, അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്ന ലൈവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലൈവിൽ അതിഭക്തിയോട് കൂടെ തന്നെ പങ്കുചേരുക. നിങ്ങളുടെ ആവശ്യങ്ങൾ അതെന്ത് തന്നെയാണെങ്കിലും ഈ വീഡിയോയ്ക്ക് നിങ്ങൾ കമൻറ്റായിട്ട് സമർപ്പിക്കുകയും ഞാൻ പറയുന്ന സമയത്ത് ഈ പ്രാർത്ഥനയുടെ കൂടെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ സമർപ്പിക്കുകയും അതുപോലെ തന്നെ നിങ്ങൾ ലൈവിൽ നേരിട്ട് അമ്മ മാതാവിനോട് സമർപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നതാണ്. കാരണം അമ്മ മാതാവ് പ്രോമിസ് ചെയ്തതാണ്. അമ്മ മാതാവ് വെളിപ്പെടുത്തിയ പ്രാർത്ഥനയെ നമുക്ക് ആരംഭിക്കാം. അമ്മ മാതാവ് വെളിപ്പെടുത്തിയ പ്രാർത്ഥന പൂർണ്ണമായിട്ടും ഈ മക്കളുടെ പക്കലേക്ക് എത്തിച്ചതിനെ ഓർത്ത് അമ്മയുടെ നന്ദി പറയുവാണ്. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളും അമ്മയുടെ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട്, ഇരുകരങ്ങളാൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് അമ്മയുടെ നന്ദി പറയുവാണ്. അമ്മ മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. അമ്മേ മാതാവേ, ഇവരുടെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ ഓരോന്നായിട്ട് അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, അമ്മയോടുള്ള പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ, അമ്മയോടുള്ള ലൈവിൽ പങ്കെടുക്കുമ്പോൾ അമ്മേ മാതാവേ, ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് അമ്മയോട് നന്ദി പറയുവാണ്. അമ്മേ മാതാവേ, അമ്മ മാതാവ് അനേകം പ്രോമിസുകൾ സ്വന്തം മക്കളായ അമ്മ മാതാവ് ഏറ്റെടുത്തിരിക്കുന്ന ഈ മക്കൾക്ക് അമ്മ മാതാവ് നൽകിയിട്ടുണ്ട്. അമ്മ മാതാവെ, അനേകം പ്രോമിസുകൾ നൽകി അനുഗ്രഹിക്കുന്ന ഈ മക്കളുടെ കാര്യത്തിൽ അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാകുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. കാരണം അമ്മ മാതാവ് അനേകം അത്ഭുതങ്ങൾ നടത്തുന്നുണ്ട്. അമ്മ മാതാവിൻ്റെ പ്രത്യേക കരുതലും ഇടപെടലും ഈ മക്കളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നതിനെ ഓർത്ത് അമ്മയോട് നന്ദി പറയുവാണ്. പുതിയതായിട്ട് അമ്മയിലേക്ക് വന്നിരിക്കുന്ന ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കണമേ. അമ്മ മാതാവെ, ഈ മക്കളെയും കൂടെ അമ്മ മാതാവ് ഈ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവിൽ പങ്കെടുത്തുകൊണ്ട് അമ്മയോട് എല്ലാ കാര്യങ്ങളും നേരിട്ട് തുറന്നു പറയുവാനായിട്ട് ഈ മക്കളെ അമ്മ മാതാവ് ഒരുക്കണമേ. അമ്മ മാതാവേ, ഈ മക്കളുടെ എല്ലാ തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അമ്മ മാതാവ് എടുത്തു നീക്കണമേ. അമ്മ മാതാവേ, പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ മക്കളുടെ ഓരോ പ്രശ്നങ്ങളും അമ്മയുടെ പക്കലേക്ക് സമർപ്പിക്കുകയാണ്. അമ്മ മാതാവേ, സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ഈ മക്കളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എടുത്തു നീക്കിക്കൊണ്ട് അമ്മ മാതാവേ, ഇവർ താമസിക്കുന്ന സ്ഥലത്ത് ഇവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ഇവരുടെ ഉന്നതി അമ്മ മാതാവ് നടത്തി കൊടുക്കണമേ. അമ്മ മാതാവേ, ഈ മക്കളെ അമ്മ മാതാവ് പൂർണ്ണമായിട്ടും ഏറ്റെടുക്കണമേ. അമ്മ മാതാവേ, കടബാധ്യതയിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ട് കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ മാതാവേ, അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഈ മക്കളുടെ കാര്യത്തിൽ ഉണ്ടാവണം. അമ്മേ മാതാവേ, ഇവരുടെ കടബാധ്യത മുഴുവനും എടുത്തു നീക്കിക്കൊണ്ട് ഇവരെ സ്വതന്ത്രരാക്കിക്കൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടുന്നതും മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുന്നതുമായിട്ടുള്ള മക്കളാക്കി മാറ്റുവാനായിട്ട് അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാവണം. അമ്മേ മാതാവേ, ജപ്തി വക്കിലൂടെ കടന്നു പോകുന്ന മക്കളും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവേ, അവരുടെ ജപ്തിയുടെ കാര്യത്തിൽ അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാവണം. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് പോലും അമ്മ മാതാവ് ഈ മക്കൾ ചേർത്ത് പിടിക്കുന്നതായിട്ട് അമ്മ മാതാവ് വെളിപ്പെടുത്തി കാണിച്ചു തരുവാണ്. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും എത്ര കാലങ്ങൾക്ക് ശേഷമാണെങ്കിലും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അമ്മ മാതാവ് സംരക്ഷിക്കണമേ. അമ്മേ മാതാവേ, ആ മക്കളെ അമ്മ മാതാവ് ഏറ്റെടുക്കണമേ. അമ്മേ മാതാവേ, അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഈ മക്കളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മേ മാതാവേ, എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അമ്മ മാതാവ് എടുത്തു നീക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മേ മാതാവേ, അതുപോലെ തന്നെ അമ്മേ മാതാവേ, ഇവർ താമസിക്കുന്ന സ്ഥലത്ത്, ഇവർ ജീവിക്കുന്ന സ്ഥലത്ത് മറ്റുള്ളവരാൽ ശത്രുക്കളാൽ കുറ്റപ്പെടുത്തിയും മറ്റുള്ളവരാൽ ഉപദ്രവിക്കപ്പെട്ടും ഈ മക്കൾ കഴിയുന്നുണ്ടെങ്കിൽ അമ്മേ മാതാവ്, ഈ മക്കളുടെ കാര്യത്തിൽ അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടായിക്കൊണ്ട് മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടുന്ന രീതിയിലുള്ള ജീവിതമാക്കി മാറ്റുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. അമ്മേ മാതാവേ, അതുപോലെ തന്നെ അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ജോലിക്കായിട്ട് ആവശ്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടെങ്കിൽ അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾക്ക് അമ്മ മാതാവ് നല്ലൊരു ജോലി ലഭിക്കുവാനായിട്ട് അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകണം. അമ്മേ മാതാവേ, അവരുടെ നല്ല രീതിയിൽ സാലറി ഉയർന്നുകൊണ്ട് അവർക്ക് നല്ല രീതിയിൽ സമ്പത്ത് അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനായിട്ട് അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാകണമേ. അമ്മേ മാതാവേ, അമ്മ മാതാവ് അനേകം മക്കൾക്ക്
ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും അതുപോലെ തന്നെ ലൈവിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന മക്കളുടെ സാമ്പത്തിക ഉയർച്ച അമ്മ മാതാവ് നേടിക്കൊടുക്കുന്നതിനെ ഓർത്ത് അമ്മയോട് നന്ദി പറയുകയാണ് അമ്മേ മാതാവേ. അതുപോലെ തന്നെ അമ്മേ മാതാവേ, ജോലി ഭാരത്താൽ ബുദ്ധിമുട്ടുന്ന മക്കളുണ്ടെങ്കിൽ അവരുടെ ജോലി ഭാരമെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അമ്മ മാതാവ് അവർക്ക് സന്തോഷവും സമാധാനത്തോടു കൂടെ അവരുടെ ജോലി ചെയ്യാനുള്ള സാഹചര്യം അമ്മ മാതാവ് ഒരുക്കി കൊടുക്കണമേ അമ്മേ മാതാവേ. എല്ലാ തരത്തിലുള്ള പൈശാചികപരമായിട്ടുള്ള ശത്രുതയിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും അമ്മ മാതാവ് ഈ മക്കളെ വിടുവിച്ചുകൊണ്ട് സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ജോലി സ്ഥലങ്ങളിലും കുടുംബത്തിലും ജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. ഈ മക്കളെ അമ്മ മാതാവ് പൂർണ്ണമായിട്ടും ഏറ്റെടുത്ത് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ് അമ്മേ മാതാവേ. ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവേ, അവർക്ക് ഗവൺമെൻറ് ജോലി ലഭിക്കുവാനായിട്ട് അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാവണം അമ്മേ മാതാവേ. ഇൻ്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവർ, എക്സാം എഴുതുവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ കാര്യത്തിൽ പ്രത്യേക ഇടപെടൽ ഉണ്ടാവണം അമ്മേ മാതാവേ. അമ്മ മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാ മക്കളെയും അമ്മ മാതാവ് ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ് അമ്മേ മാതാവേ. അതുപോലെ തന്നെ ഈ പ്രാർത്ഥന മറ്റു മക്കളിലേക്ക് അമ്മ മാതാവിനെ എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുകയും മറ്റു മക്കളെയും കൂടെ അമ്മ മാതാവിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്ന ഈ മക്കളെ അമ്മ മാതാവ് അനുഗ്രഹിക്കണം അമ്മേ മാതാവേ. അമ്മ മാതാവേ, അതുപോലെ തന്നെ ഈ ചാനലിലെ പ്രാർത്ഥനകൾക്ക് കമൻ്റായിട്ട് ഇടുന്നവരുടെ ആവശ്യങ്ങളും അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ് അമ്മേ മാതാവേ. ആ ആവശ്യങ്ങൾ പൂർണ്ണമായിട്ടും അമ്മ മാതാവ് നടത്തി കൊടുക്കണമേ അമ്മേ മാതാവേ. അവരെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ. ഈ മക്കളെ എല്ലാവരെയും അമ്മ മാതാവ് ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് അമ്മയോട് നന്ദി പറയുകയാണ് അമ്മേ മാതാവേ. അതുപോലെ തന്നെ അമ്മേ മാതാവ്, വിവാഹം നടക്കാത്ത മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവേ, അവരുടെ വിവാഹം നടക്കുവാനായിട്ട് അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. മക്കളില്ലാത്ത ദമ്പതികൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവേ, അവർക്ക് മക്കളുണ്ടാകുവാനായിട്ട് അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവേ, അവർക്ക് പൂർണ്ണ ആരോഗ്യം നൽകിക്കൊണ്ട് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇരുകരങ്ങളാൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് അമ്മയോട് നന്ദി പറയുകയാണ് അമ്മേ മാതാവേ. ഇവരുടെ സാമ്പത്തിക സ്ഥിതി മുഴുവനും എടുത്തു നീക്കിക്കൊണ്ട് അമ്മ മാതാവ് ഇവരെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നമ്മോട് നന്ദി പറയുവാണ് അമ്മേ മാതാവേ. ഇവരെ അമ്മ മാതാവ് സാമ്പത്തികപരമായിട്ട് ഉയർത്തിക്കൊണ്ട് സമ്പന്നതയിലേക്ക് ഇവരുടെ ഭവനത്തെയും ഇവരെയും അമ്മ മാതാവ് ഉയർത്തുന്നതിനെ ഓർത്ത് നമ്മോട് നന്ദി പറയുവാണ് അമ്മേ മാതാവേ. ഈ മക്കളെ അമ്മ മാതാവ് ഒരു അപകടവും കൂടാതെ ഇരുകരങ്ങളിലും ചേർത്ത് പിടിക്കണമേ എന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുകയാണ് അമ്മേ മാതാവേ. അമ്മയിലേക്ക് ഈ മക്കളെ സമർപ്പിച്ചുകൊണ്ട് അമ്മയോട് ഞാൻ അപേക്ഷിക്കുകയാണ് അമ്മേ മാതാവേ. ഈ മക്കളെ അമ്മ മാതാവ് ഒരു അപകടവും കൂടാതെയും ഒരു രോഗാവസ്ഥയും ഉണ്ടാവാതിരിക്കുവാനും അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാവണം അമ്മേ മാതാവേ. ഈ മക്കളെ അമ്മ മാതാവ് കരുതുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ് അമ്മേ മാതാവേ. അതുപോലെ തന്നെ അമ്മേ മാതാവേ, ഈ മക്കളുടെ ഭവനത്തിൽ മാതാപിതാക്കളും മക്കളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറിപ്പോവാനും സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറിപ്പോകാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. ഇവരുടെ കുടുംബത്തിൽ, ഈ മക്കളുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ ഭവനമില്ലാത്ത മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവേ, അവർക്ക് ഭവനം ലഭിക്കുവാനായിട്ട് അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. ഈ മക്കളെ അമ്മ മാതാവ് പൂർണ്ണമായിട്ടും ഏറ്റെടുത്തുകൊണ്ട് അനുഗ്രഹിക്കുന്നതിന് ഓർത്ത് അമ്മയോട് നന്ദി പറയുകയാണ് അമ്മേ മാതാവേ. അതുപോലെ തന്നെ ഈ മക്കളെ അമ്മ മാതാവ് എല്ലാ സമയത്തും അമ്മ മാതാവ് ഈ മക്കളുടെ കൂടെ തന്നെ ഉണ്ടാകുന്നതിന് ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുന്നു അമ്മേ മാതാവേ. നിങ്ങളുടെ ആവശ്യം നിങ്ങൾ സമർപ്പിക്കുക. അമ്മ മാതാവ് ഈ മക്കളെല്ലാവരെയും അനുഗ്രഹിച്ചിരിക്കുന്നു.